ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ ഷോർട്സിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാനിന്ന് നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ തുണി വിരിക്കാനായിട്ട് കയറിയപ്പോൾ അവിടെ അശയിൽ ഒരു തുണിയിലിടുന്ന ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതിനകത്തൊരു ചെറിയ കടന്നൽ കൂടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ കണ്ടതാണ്. പക്ഷേ ഞാൻ അതിനൊന്നും ചെയ്യാൻ പോയില്ല. കാരണം ഈ കടന്നലുകൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചാൽ മാത്രമേ അവ തിരിച്ച് ആക്രമിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു തരം കടന്നലിന് നമ്മളിവിടെ ഈച്ചൂട്ടി കടന്നൽ എന്നാണ് പറയുന്നത്. കടിച്ചാൽ നല്ല വേദനയൊക്കെയാണ്. പക്ഷെ ഞാൻ ഇന്ന് പോയപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ ചുട്ടി കടന്തലിൻ്റെ ഈ കൂടിനകത്ത് ഒരു തേനീച്ചയാണോ കടന്തലാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഒരു പ്രാണി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം അവനെ നോക്കിയപ്പോൾ അവൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കടന്തൽ കൂടിൽ ഓരോ ഷെല്ലിലും തേടി പിടിച്ച് അതിനകത്തുള്ള ലാർവയെ അതിവിദഗ്ധമായി എടുത്ത് കഴിക്കുന്നൊരു വീഡിയോ ആണിത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. ഈ കടന്തൽ കൂടുകളിലൊന്നും സാധാരണയായിട്ട് ഒന്നും ആക്രമിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ജീവിയുടെ കണ്ണെവിടെയാ, മൂക്കെവിടെയാ, വായ എവിടെയാ അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇത് വളരെ നല്ല രീതിയിലാണ് കേട്ടോ ഇങ്ങനെ കൈയൊക്കെ പറ്റി പിടിച്ച് ഈ ലാർവയെ കൊത്തിയെടുത്ത് കഴിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കണ്ടോ അവൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും ഈ കടന്നൽ പറ്റങ്ങളുണ്ട്. പക്ഷേ അവരുണ്ടായിട്ടും ഒരു കാര്യമില്ല. കാരണം ഇവനെ വന്ന് ആക്രമിച്ചിട്ട് ഇവന് ഒരു കൂസലും ഇല്ലാതെയാണ് ലാർവ എടുത്ത് കഴിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ലാർവ എടുത്ത് കഴിക്കുന്നത്. ഞാൻ നോക്കി തന്നെ ഒരു 4 ഇവ അകത്താക്കിയിട്ടുണ്ട്. പിന്നീടാണ് പറന്നു പോയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് കണക്കുള്ള വ്യത്യസ്തമായ വീഡിയോയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഇതുപോലൊരു അടുത്ത വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുപോലെ തന്നെ നമ്മളെ കൃഷി വീഡിയോകളൊക്കെ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.